രണ്ടും കൽപ്പിച്ച് ഞാൻ ചീങ്കണ്ണിയോട് ഏറ്റുമുട്ടാൻ പോകും. സന്തോഷ് പണ്ഡിറ്റ് 5 ലക്ഷത്തിന്റെ ഒരു പടമായിട്ട് വരുന്നത്. അപ്പൊ ഇത് സിനിമയുടെ ആ നിലവാരത്തിലേക്ക് ഒരു സൈഡിൽ നമ്മളിങ്ങനെ പൊക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സന്തോഷ് ഈ 5 തന്നെ നിൽക്കുകയാണ്. നിലവാരം കൂട്ടേണ്ട സ്ഥലത്ത് ഒരു സിനിമ ആസ്വാദകൻ, ഒരു കലയെ പ്രേമിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ ഈ 5 അത് 10 നോക്കണം. സാറ് പൈസ മുടക്കുമെങ്കിൽ എനിക്ക് നിർമ്മാതാവിനെ കിട്ടിച്ചു. ഇപ്പൊ സാറ് പറയാം ഞാൻ പൈസ മുടക്കാൻ തന്നെ ഞാൻ റെഡിയാണ്. ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ? സാർ റെഡിയാണോ? സഹായിക്കാൻ കഴിയത്തൊരു സഹതപിച്ചിട്ട് കാര്യമില്ലല്ലോ സാർ. സഹതാപം ഒന്നിനും ഉത്തരമല്ലല്ലോ. സന്തോഷ് പണ്ഡിറ്റ് ഒരു കളിയാക്കാനുള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്നു. നിങ്ങൾ അതിര് കിടക്കുന്നു. കാരണം ഇതിന് ഞാൻ തുറന്ന് പറയാം. ഇപ്പം സന്തോഷിന്റെ ആദ്യത്തെ പടം കൃഷ്ണൻ രാധയില്ലേ? എന്താ എന്റെ ഉദ്ദേശം? ആ സിനിമ ഭയങ്കര ഓളം ഉണ്ടാക്കി. ഓളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സംസാര വിഷയമായി. കൂടുതൽ സൂചിപ്പിക്കണ്ട. എനിക്ക് ഈ പടം കണ്ടിട്ട് എൻ്റെ ജീവിതത്തിലുള്ള ഫ്രസ്ട്രേഷൻ മുഴുവൻ ഞാൻ ആരൊക്കെ തെറിവിളിക്കണം ഒക്കെ ഞാൻ തെറിവിളിച്ച് തിയേറ്ററിൽ. ഇതിനുള്ള ഉത്തരം ഞാനൊന്ന് എഴുന്നേറ്റിട്ട് നിനക്ക് സൗകര്യം പോലെ പറഞ്ഞുതരാം. അതുവരെ നീ ഒന്ന് ക്ഷമിക്കും. സാർ എന്റെ പുതിയ സിനിമ കണ്ടിരുന്നോ? ഇപ്പത്തെ ഉരുക്ക് സതീശൻ ഇല്ല, ഉരുക്ക് സതീശൻ ഞാൻ കണ്ടത്. മറ്റേ അത് അതിന്റെ ഓഡിയൻസ് എന്താണ് പറഞ്ഞത്? അതിന്റെ ഓഡിയൻസിനെ കുറിച്ച് അവരൊന്നും എനിക്കൊന്നും അങ്ങനെ വൃത്തികേടായിട്ടൊന്നുമില്ല പറഞ്ഞിട്ടില്ല. ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് മനസ്സിലായി. ഇമ്പ്രൂവ്മെന്റ് അത് തിരിച്ചറിയാനുള്ള കഴിവ് അതാണ് നിനക്കില്ല. ഒരു സംശയം സാർ തീർത്തണോ? ഇങ്ങനെ വ്യത്യസ്തമായ ആളുകളും സൂപ്പർ സ്റ്റാറുകൾ അഭിനയിച്ച് എത്ര സിനിമ പൊട്ടിയെന്ന് അറിയിട്ടുണ്ട്? എത്ര നിർമ്മാതാക്കൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്? എന്താ മോനെ? സന്തോഷ് പണ്ഡിറ്റിന് ഇന്ന് വരെ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേട് ഉണ്ടായിട്ടില്ല. കാരണം മുതൽ മുടക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് സാർ. ഒന്ന് എനിക്ക് സന്തോഷ് പണ്ഡിറ്റ് സാർ പറഞ്ഞില്ലേ ലോക സിനിമ കാണും. എനിക്ക് അതിനുള്ള സമയമില്ല. ലോക സിനിമയായിട്ട് മലയാള സിനിമ കാണാൻ സമയമില്ല. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. അവന് ബുദ്ധിയുണ്ട്, മനസ്സിലായോ? അതിനാണോ ഈ കോപ്രായങ്ങളെല്ലാം കാണിക്കുന്നത്? സാറിന്റെ സിനിമയിൽ സാറിന്റെ എല്ലാ സിനിമയും വിജയിച്ചിട്ടില്ലല്ലോ. കുറെ സിനിമകൾ പരാജയപ്പെട്ടു. അതിലെ നായകനും കോപ്രായം കളിച്ചുകൊണ്ടാണ് പടം പൊട്ടിയത്. അവിടെ ആ സിനിമയിൽ കല ഇല്ലാത്തതുകൊണ്ടാണ് അത് പരാജയപ്പെട്ടത്. അതിൽ സാർ ആത്മാർത്ഥ കാണിക്കത്തോണ്ടായിരുന്നു ആ സിനിമ പരാജയപ്പെട്ടത്. എന്റെ സിനിമ എന്തുകൊണ്ട് പരാജയപ്പെട്ടു? എന്നെ പൊട്ടനാക്കാണോ? അതാക്കേണ്ട കാര്യമുണ്ടോ? എന്റെ സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാം 100 ഓടിയിട്ടില്ല സാർ. ആകെ 2 സിനിമ ഹിറ്റ് ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം പരാജയപ്പെട്ടാണ്. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. ഇല്ല, 1971 പരാജയല്ലേ? ആ പരാജയമാണ്. പക്ഷെ എന്റെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ കലയുടെ കൂട്ടത്തില് നമ്മള് ബിസിനസ് ചിന്തിച്ചില്ലെങ്കിൽ പിന്നീട് നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. കാരണം നിർമ്മാതാവ് ആത്മഹത്യ ചെയ്യും. അതോടെ പിന്നെ രണ്ടാമത്തെ സിനിമ തരും. അതന്നെ ഒരു സലോട്ട്. അപ്പൊ അടുത്ത തിങ്കളാഴ്ച കാണാം.